F-16 ഉക്രൈന് അമേരിക്കയും അമേരിക്കയുടെ സൗഹൃദ രാജ്യങ്ങളും നൽകിയതിനു ശേഷം എന്ന റഷ്യൻ വിമാനങ്ങൾ ഈ വിമാനത്തിനെതിരായി യുദ്ധം ചെയ്യുന്നത് എന്ന പ്രതീക്ഷയിലായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ആകാംക്ഷയിലായിരുന്നു ലോകരാജ്യങ്ങളെല്ലാം. എന്നാൽ അടുത്തിടെ റഷ്യയുടെ ചില ടെലഗ്രാം ചാനൽസും അവരുടെ ചില സ്റ്റേറ്റ് ഓൺഡ് മീഡിയാസിലും ഒരു ചെറിയ ഇമേജ് വൈറലായി. ഇതിൽ 2 തിയറീസ് പറയുന്നു. ഒന്നാമത്തേത്, F-16 ഫ്ലെയർസ് റിലീസായി. റഷ്യയുടെ ഏതോ ഒരു എയർ ടു എയർ മിസൈൽ ഈ ഉക്രൈന്റെ വിമാനത്തെ എൻഗേജ് ചെയ്യാൻ വന്നപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ F-16 ഫ്ലെയർസ് ഉപയോഗിച്ചതായി ചില വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല. GBU-39 എന്ന് പറയപ്പെടുന്ന പ്രധാനപ്പെട്ട ബോംബ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വിമാനം ഇങ്ങനെ മെനുവേഴ്സ് ചെയ്തത്, അല്ലെങ്കിൽ ഫ്ലെയർസ് റിലീസ് ചെയ്തത് എന്ന് മറ്റൊരു വിഭാഗത്തിൽ നിന്ന് വാർത്തകൾ പുറത്തു വന്നു. അപ്പോ ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? കൂടാതെ ഇസ്രായേലിനെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. F-16 വേഴ്സസ് റഷ്യ. ഈ ഒരു ബാറ്റിലിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനകം തന്നെ F-16 ഉക്രൈന് 1 നഷ്ടപ്പെട്ടു. അത് ഫ്രണ്ട്ലി ഫയർ വഴി വെടിവെച്ച് വീഴ്ത്തിയതാണോ, പൈലറ്റ് എറർ വഴി അത് നശിച്ചോ, ഇതൊക്കെ മറ്റൊരു കഥയാണ്. ഇപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഒരു F-16 ഉക്രൈൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ റഷ്യയുടെ പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം ഇതിനെക്കുറിച്ചുള്ള ഡേറ്റാസ് പുറത്തു വരുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. ഇപ്പോ ഈ 2 രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നല്ലോ. ഇതിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ റഷ്യയുടെ മാധ്യമങ്ങളായാലും അവരുടെ ടെലഗ്രാം ചാനൽസ് ആയാലും ചില എവിഡൻസ് നൽകിയിട്ടുണ്ട്. അത് എന്ത് എവിഡൻസ് ആണെന്ന് ചോദിച്ചാൽ, ഈ ഇമേജ് നിങ്ങളൊന്ന് നോക്കുക. ഇതല്ലാതെ യാതൊരു ഫുട്ടേജും പുറത്തു വന്നില്ല. എത്ര തിരഞ്ഞു നോക്കിയാലും ചില ഫൂട്ടേജസായി ഇത് മാച്ച് ആയാലും 100% നമുക്കിത് ഉറപ്പിച്ച് പറയാനും സാധിക്കുന്നില്ല. എന്നാൽ ഇവർ ഈ പറയുന്ന തിയറീസ് ആയാലും ഇവർ പറയുന്ന വാർത്തകളായാലും ഇവ രണ്ടും ഈ ഇമേജസുമായി മാച്ച് ആകുന്നുണ്ട്. ആദ്യം പുറത്തു വന്ന വാർത്ത, ഈ F-16 വിമാനം വളരെ ലോ ആൾട്ടിറ്റ്യൂഡിൽ പറന്നുകൊണ്ടിരുന്നു. ഈ ലോ ആൾട്ടിറ്റ്യൂഡിൽ പറന്നുകൊണ്ടിരിക്കുമ്പോൾ നേരെ പോയിക്കൊണ്ടിരുന്ന വിമാനം പെട്ടെന്ന് മുകളിലേക്ക് പറക്കാൻ തുടങ്ങി. അതായത് സാധാരണ രീതിയിൽ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു വിമാനം പെട്ടെന്ന് അതിന്റെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്ത് റാപ്പിഡായി ആൾട്ടിറ്റ്യൂഡ് ഗെയിൻ ചെയ്തു. അതിന്റെ ഉയരം കൂട്ടി. ഇങ്ങനെ കൂട്ടിയതിനു ശേഷം അതിൽ നിന്നും ഫ്ലെയർസ് പുറത്തു വന്നു. അതിനുള്ള കാരണം റഷ്യയുടെ ഏതോ ഒരു എയർ ടു എയർ മിസൈൽ ഈ വിമാനത്തിന്റെ വാർണിംഗ് സിസ്റ്റത്തെ ട്രിഗർ ചെയ്തിട്ടുണ്ട്. ഇപ്പോ അടുത്തിടെ പോലും റഷ്യയുടെ ഒരു വിമാനം ഉക്രൈന്റെ ഒരു Su-27 130 കിലോമീറ്റർ ദൂരത്തിൽ നിന്നും ബിയോണ്ട് വിഷ്വൽ റേഞ്ചിൽ നിന്നും വെടിവെച്ച് വീഴ്ത്തി. അങ്ങനെ ഏതോ ഒരു മിസൈൽ ഈ F-16 കൗണ്ടർ ചെയ്യാൻ വന്നിട്ടുണ്ടാകാം. അല്ലെങ്കിൽ റഷ്യയുടെ സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റമായ S-400 അല്ലെങ്കിൽ S-300 ഇതിനെ കൗണ്ടർ ചെയ്യാൻ അകത്തേക്ക് വന്നിട്ടുണ്ടാകാം. അങ്ങനെ വന്നപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടണം എന്നതിനു വേണ്ടി ഇത് അതിന്റെ ഫ്ലെയർസ് റിലീസ് ചെയ്യുന്ന മെക്കാനിസം ഉപയോഗിച്ചിട്ടുണ്ടാകാം എന്നും പറയുന്നു. എന്നാൽ മറ്റൊരു തിയറി പറയുന്നത്, അതിലെ ഫ്ലെയർസ് നോർമൽ ആയിരുന്നു. സാധാരണ രീതിയിൽ മെനുവർ ചെയ്തപ്പോൾ ഉണ്ടായ ഒരു ഫ്ലെയർ റിലീസ് ആണ്, എയർ ഡിഫൻസ് സിസ്റ്റത്തെ കുഴപ്പിക്കാൻ വേണ്ടി. ഇങ്ങനെ ഫ്ലെയർസ് റിലീസ് ആകുമ്പോൾ അവിടെ ഹെവിയായ ഒരു RCS ഉണ്ടാകും. RCS ഉണ്ടാകുമ്പോൾ റഷ്യയുടെ വിമാനങ്ങൾക്കായാലും അല്ലെങ്കിൽ മറ്റ് റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിനായാലും അവിടെ എന്തോ ഒരു ഇമ്പാക്ട് ഉണ്ട്. അവിടെ എന്തോ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ മൊമെന്റ്സ് അധികമാണ് എന്നുള്ളത് മനസ്സിലാക്കി അവരുടെ മുഴുവൻ ശ്രദ്ധയും ആ ഭാഗത്തേക്ക് തിരിയും. അങ്ങനെ തിരിയുമ്പോൾ മറ്റൊരു ദിശയിൽ നിന്നും റഷ്യൻ പൊസിഷൻസിലേക്ക് ഈ വിമാനം ആക്രമണം നടത്തും. അതിനുവേണ്ടി ഇങ്ങനെ മെനുവർ ചെയ്തിട്ടുണ്ടാകാം എന്നും പറയുന്നു. ഈ 2 തിയറിയും ആ വിമാനം അതിന്റെ ആൾട്ടിറ്റ്യൂഡ് ഗെയിൻ ചെയ്യുന്നതുമായി മാച്ച് ആകുന്നുണ്ട്. ഈ 2 കാര്യങ്ങളിലും GBU സീരീസിലുള്ള GBU-39 എന്ന ബോംബ് ഈ വിമാനത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ റഷ്യയുടെ പൊസിഷൻസിന് നേരെ ഈ ഒരു വിമാനം ഏതോ ഒരു ആക്രമണം നടത്താനായി വളരെ ലോ ആൾട്ടിറ്റ്യൂഡിൽ പോയിട്ടുണ്ടാകണം. ശരി, ഇനി എന്തിന് ലോ ആൾട്ടിറ്റ്യൂഡിൽ പോയി എന്ന് ചോദിച്ചാൽ, റഡാറിന്റെ ബ്ലൈൻഡ് സ്പോട്ട് അതിനെ ഉപയോഗിച്ച് വളരെ കുറഞ്ഞ ഉയരത്തിൽ പറക്കുകയും പെട്ടെന്ന് അതിന്റെ ഉയരം അധികമാക്കും. വീണ്ടും ബോംബ് ഡ്രോപ്പ് ചെയ്തിട്ട് നോർമൽ പൊസിഷനിലേക്ക് വരും. അപ്പോ ഇങ്ങനൊരു സംഭവം നടക്കാനുള്ള സാധ്യത 2 രീതിയിലും ഉണ്ട്. ഈ ബോംബിനെ ഡ്രോപ്പ് ചെയ്യാൻ പോയപ്പോൾ റഷ്യയുടെ മിസൈൽ അകത്തേക്ക് വന്നു. അങ്ങനെ ഇതിന്റെ വാർണിംഗ് സിസ്റ്റത്തെ ട്രിഗർ ചെയ്തിട്ടുണ്ടാകണം. അല്ലെങ്കിൽ റഷ്യയുടെ റഡാർ തങ്ങളെ കണ്ടുപിടിച്ചു എന്നുള്ളത് മനസ്സിലാക്കി ഉടൻ തന്നെ F-16 ബോംബ് ഡ്രോപ്പ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ബോംബ് ഡ്രോപ്പ് ചെയ്യുന്നതിന് മുൻപ് തന്റെ സെൽഫ് ഡിഫൻസിന് വേണ്ടി ഫ്ലെയർസ് റിലീസ് ചെയ്തിട്ടുണ്ടാകാം. ഇതിനുള്ള സാധ്യതയും അവിടെയുണ്ട്. പക്ഷെ ഇവയിൽ ഏതാണ് കൺഫേംഡ് ന്യൂസ് എന്നറിയില്ല. പക്ഷെ അകത്ത് എന്തോ ഒന്നിനു വേണ്ടി പോയിട്ടുണ്ട്. അങ്ങനെ ആ F-16 തന്റെ മിഷൻ അവസാനിപ്പിച്ചിട്ട് തിരികെ വരുന്നു. അതിനിടയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യം. അപ്പോൾ F-16 വാർത്തകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ റഷ്യയ്ക്കും ഉക്രൈനും ഇടയിൽ കേർസ്കിൽ ഒരു വലിയ ബാറ്റിൽ വീണ്ടും ഉണ്ടായിട്ടുണ്ട്.
കഴിഞ്ഞ 10 ദിവസമായി ഉക്രൈൻ കേഴ്സ് പ്രദേശത്ത് നഷ്ടപ്പെട്ട പ്രദേശങ്ങളെ തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുകയാണ്. അതായത് ഉക്രൈൻ ഇതിനകം ഹോൾഡ് ചെയ്തു വച്ചിരുന്ന കുറച്ച് പൊസിഷൻസ് റഷ്യ തിരിച്ചെടുത്തിരുന്നു. അതേ പ്രദേശങ്ങളെ വീണ്ടും തങ്ങളുടെ കൈകളിലാക്കാനായി ഉക്രൈൻ ശ്രമിക്കുകയാണ്. ഇത് എത്രത്തോളം വലിയ പ്രശ്നമായെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ 30 സ്ക്വയർ കിലോമീറ്ററിലധികം പ്രദേശം ഉക്രൈൻ നിയന്ത്രണത്തിൽ വന്നിട്ടുണ്ട്. അതും കേഴ്സ്കിലെ പ്രദേശം. ഇത് ഒരു വലിയ വിജയം തന്നെയാണ്. കാരണം കഴിഞ്ഞ 3 മാസം എടുത്തു നോക്കിയാൽ ഉക്രൈൻ വലിയ രീതിയിൽ ഒന്നും ക്യാപ്ചർ ചെയ്തിട്ടില്ല. ഡിഫൻസ് മോഡിലായിരുന്നു. അവരുടെ പക്കൽ നിന്നും റഷ്യ പിടിച്ചെടുത്തുകൊണ്ടേയിരുന്നു. ബാറ്റിൽ അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഇതായിരുന്നു സംഭവം. അപ്പോ കഴിഞ്ഞ 100 ദിവസത്തിനു ശേഷം ഉക്രൈൻ ലഭിച്ചിരിക്കുന്ന ഒരു മഹത്തായ വിജയമായി ഇത് മാറിയിട്ടുണ്ട്. ഇത് മാത്രമാണോ? റഷ്യൻ സൈഡിൽ നിന്നും ഒന്നും ചെയ്തില്ലേ എന്ന് ചോദിച്ചാൽ സിറ്റി ഓഫ് ഓസ്ട്രോൺ നഗർ സുമി റീജിയന്റെ നോർത്ത് സൈഡിൽ കാർഖീവിലുള്ള വളരെ പ്രധാനപ്പെട്ട പ്രദേശമാണ്. ഈ ഒരു സ്ഥലത്തുള്ള 2 കെമിക്കൽ പ്രോസസിംഗ് പ്ലാന്റ് അതിപ്പോ മുഴുവനായും റഷ്യൻ നിയന്ത്രണത്തിലേക്ക് വന്നിട്ടുണ്ട്. ഒരു വശത്ത് ഉക്രൈൻ 30 ചതുരശ്ര കിലോമീറ്റർ റഷ്യയ്ക്കുള്ളിൽ പിടിച്ചെടുക്കുന്നു. മറ്റൊരു ഭാഗത്ത് നോക്കിയാൽ ഉക്രൈന്റെ പ്രധാനപ്പെട്ട 2 കെമിക്കൽ പ്രോസസിംഗ് പ്ലാന്റ് റഷ്യ നിയന്ത്രണത്തിലേക്ക് വന്നു. ഇതിനകം തന്നെ ഉക്രൈന്റെ പക്കൽ പല ട്രില്യൺ മതിപ്പുള്ള നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്. പ്രധാനമായും റെയർ എർത്ത് എലമെന്റ്സ് ഉണ്ട്. അതിൽ 70% റഷ്യൻ കൺട്രോൾ ചെയ്യുന്ന പ്രദേശത്താണ് ഇപ്പോൾ ഉള്ളത്. ഇതുപോലെ മറ്റ് ചില ഫാക്ടറീസും ഉക്രൈൻ നഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഉക്രൈന് നെഗോസിയേഷൻ ടേബിളിൽ ഒരു സ്ട്രോങ്ങസ്റ്റ് പൊസിഷനിലായിരിക്കാൻ സാധിക്കില്ല. ഇങ്ങനെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എല്ലാം റഷ്യയുടെ പക്കൽ കൊടുത്തിട്ട് ഉക്രൈൻ ഹോൾഡ് ചെയ്യാൻ അവിടെ ഒന്നും തന്നെ കാണില്ല. കേഴ്സൺ പ്രദേശത്തുള്ള സ്ഥലങ്ങളും റഷ്യൻ കൈകളിലേക്ക് പോവുകയാണ്. ഏറെ ദിവസത്തേക്ക് ഇതേ കേഴ്സ്കിലുള്ള പ്രദേശത്തെ ഹോൾഡ് ചെയ്ത് ഇവരെ കൊണ്ട് നെഗോസിയേഷനിൽ എത്താൻ സാധിക്കില്ല. അതിനുള്ള സാധ്യതയും കുറവാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നം റഷ്യയ്ക്കും ഉക്രൈനും ഇടയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേലിനും ഹമാസിനും ഇടയിൽ വീണ്ടും ഈ സീസ് ഫയർ വയലേഷൻ സംഭവിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിൽ സംഭവിച്ചിട്ടുണ്ട്. പദ്ധതി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 2 ദിവസം മുൻപ് ഹമാസ് 3 ഹോസ്റ്റേഴ്സിനെ റിലീസ് ചെയ്തിട്ടുണ്ടാകണം. പക്ഷെ റിലീസ് ചെയ്തില്ല. അത് ടെമ്പററിയായി സസ്പെൻഡ് ചെയ്തു. അതിന് അവർ കാരണമായി പറഞ്ഞത് ഇസ്രായേൽ വീണ്ടും വയലേഷൻ ചെയ്യാൻ ആരംഭിച്ചു. ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളായി പറയപ്പെടുന്ന ഏരിയാസിൽ പൊതുജനങ്ങൾ ഉള്ള സ്ഥലത്ത് വീണ്ടും അവർ എയർ അറ്റാക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഗണ്യമായ ഒരു നാശനഷ്ടം അവിടെയുള്ള ജനങ്ങൾക്ക് സംഭവിച്ചു. ഗാസയിലുള്ള കുറച്ച് പ്രദേശങ്ങളിലും ഇവർ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ നടത്തുന്നതുകൊണ്ട് ഞങ്ങളുടെ ജനങ്ങൾക്ക് ഒരല്പം പോലും അവിടെ സമാധാനം ഇല്ല. അപ്പോ ഇസ്രായേൽ ഇവിടെ സമാധാനം അല്ല ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേൽ ഇങ്ങനെയുള്ള സീസ് ഫയർ വയലേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഈ ഹോസ്റ്റേഴ്സിനെ പുറത്തുവിടുന്നത് ടെമ്പററിയായി സസ്പെൻഡ് ചെയ്യുന്നു എന്ന ഒരു കാര്യം പറഞ്ഞു. ഇതിന്റെ കൂടെ മറ്റൊരു വാർത്ത വന്നത് തീർച്ചയായും പാലസ്തീനിയർക്ക് ഗാസയ്ക്കുള്ളിൽ വരാനുള്ള യാതൊരു അവകാശവും ഇല്ല എന്നൊരു വാക്ക് ട്രംപ് പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏറെ ദിവസമായി ഇങ്ങനെ ഒരു കാര്യമാണ് ചർച്ചയാകുന്നത്. എന്നാണോ ഗാസയെ ഞങ്ങൾ എടുക്കാൻ പോകുന്നത് എന്ന് ട്രംപ് പറഞ്ഞത്. അതും വലിയ വലിയ കെട്ടിടങ്ങൾ മറ്റു രാജ്യങ്ങളിൽ പണിതു കൊടുക്കും, പാലസ്തീനിയരെ അവിടെ താമസിപ്പിക്കും. ഇങ്ങനെയൊക്കെ എന്നാണോ ട്രംപ് പറഞ്ഞത് അന്നു മുതൽ വലിയൊരു പ്രതിഷേധം തന്നെ ഉയർന്നിരുന്നു. എന്നാൽ വീണ്ടും അദ്ദേഹം ഒരു കാര്യം കൺഫേം ചെയ്തു. തീർച്ചയായും പാലസ്തീനർ അവിടെ വരാൻ പാടില്ല. അവിടെ അവർക്ക് സമാധാനം ഇല്ല. അപ്പോ എവിടെയാണ് അവർക്ക് സമാധാനം എന്ന് ചോദിച്ചാൽ മറ്റ് അറബ് രാജ്യങ്ങളിലേക്ക് പോകട്ടെ. അവിടെ പോയാൽ മാത്രമേ അവർക്ക് സമാധാനം ലഭിക്കൂ. അപ്പോ ഇവരെ സംബന്ധിച്ച് തീർച്ചയായും ഗാസയിൽ എന്തോ ഒരു വലിയ കാര്യം ചെയ്യാൻ പോവുകയാണ്. ഇനി തീരുമാനമെടുക്കേണ്ടത് അറബ് രാജ്യങ്ങളാണ്. ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ട പങ്ക് അവർക്കുണ്ട്. ഗാസയിലുള്ള ജനങ്ങളെ മുഴുവനായും പുറത്താക്കുകയാണെങ്കിൽ ജോർദാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അവർ പറഞ്ഞത് പാലസ്തീൻ ജനങ്ങൾ അവിടെ തന്നെ ആയിരിക്കണം. ഞങ്ങളുടെ രാജ്യത്തേക്ക് വരികയാണെങ്കിൽ ആവശ്യമില്ലാത്ത പ്രശ്നം വരും. അതുമാത്രമല്ല, അവിടെയുള്ള മുഴുവൻ വംശീയ ഗ്രൂപ്പുകളെയും മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു നടുന്നത് ഒരു യുദ്ധത്തിന് സമാനമാണ്. നേരിട്ട് ഒരു യുദ്ധം അറിയിച്ചതുപോലെ ആയിരിക്കും എന്ന് അവർ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഈജിപ്തും അത് തന്നെയാണ് പറഞ്ഞത്. അപ്പോ അറബ് രാജ്യങ്ങൾ എല്ലാം ഒരുമിച്ച് ചേർന്ന് ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ട്രംപ് വിചാരിക്കുന്നത് അവിടെ ചെയ്യും. അങ്ങനെ ചെയ്താൽ നമ്മുടെ അയൽ സംസ്ഥാനത്ത് നടന്നതുപോലുള്ള ഒരു വലിയ വംശീയ നാശം അവിടെ സംഭവിക്കും. അതും ഈ ജനങ്ങളെ വളരെ ഈസിയായി അയക്കില്ല. അവരെത്രത്തോളം കഷ്ടപ്പെടുത്താൻ സാധിക്കുമോ അത്രത്തോളം കഷ്ടപ്പെടുത്തി മാത്രമേ അയക്കൂ. അപ്പോൾ തീരുമാനം എടുക്കേണ്ട ഒരു പവർ അറബ് രാജ്യങ്ങളുടെ പക്കലാണ് ഉള്ളത്. എന്നാൽ അവരത് ചെയ്യുമോ, അല്ലെങ്കിൽ അമേരിക്ക പറയുന്നത് കേട്ട് അവർ അതുപോലെ ചെയ്യുമോ എന്നുള്ളതെല്ലാം കാലം തന്നെ മറുപടി പറയണം. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.